വോട്ടെടുപ്പ് അങ്ങനെ അവസാന നിമിഷത്തിലേക്ക് എത്തുമ്പോൾ മൂത്താന്തറ 56 ബൂത്തിൽ കല്ലുകടി. അതായത് അവിടെ വോട്ടിംഗ് വൈകുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. വോട്ടിംഗ് മെഷീനിൽ അതെ 2 മണിക്കൂറിലേറെ അവിടെ വോട്ടിംഗ് മെഷീനിലെ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമായി നടക്കുന്നു. പക്ഷേ ഇതുവരെ പുനരാരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഏറെ മണിക്കൂറുകളായി വയോധികരടക്കമുള്ള വോട്ടർമാർ കാത്തിരിക്കുകയാണ്. നേരത്തെ പലതവണ വന്നുപോയവർ അപ്പോഴും തിരക്ക് കാരണം വോട്ട് ചെയ്യാതെ മടങ്ങിപ്പോയി. പിന്നീട് വന്നവർക്കും ഇപ്പോൾ നീണ്ട ക്യൂവിലാണ്. എന്തായാലും ഇവിടുത്തെ പോളിംഗ് 7 മണി വരെയെങ്കിലും പോകാനാണ് സാധ്യത. ബിജു പങ്കജ് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകാനും വോട്ടർമാരുടെ വിവരങ്ങളൊക്കെ നൽകാൻ വേണ്ടി ചേരുകയാണ്. ബിജു, നീണ്ട നിര ക്യൂ ആണ് നമ്മൾ കണ്ടത്. അത് നീണ്ടു പോകുന്നു. എന്തെങ്കിലും പരിഹാര ശ്രമങ്ങൾ അത് ഫലിക്കുന്നുണ്ടോ? എത്ര സമയം എടുത്തേക്കുമെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്? പ്രതീക്ഷ ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല. ക്യൂ ആണെങ്കിൽ കൂടി വരികയും ചെയ്യുന്നു. ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. കാരണം ഇനി ഏതാണ്ട് 2 മണിക്കൂർ കൂടി മാത്രമല്ലേ ഉള്ളൂ 6 മണിയാകാനായിട്ട്. 6 മണി വരെയല്ലേ വോട്ടിംഗ് ഉള്ളൂ. അതുകൊണ്ട് പരമാവധി ആൾക്കാർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. മൂത്താന്തറ KHSS ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഈ ഒരു ദുർസ്ഥിതി ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതുവരെയും വോട്ടിംഗ് മെഷീൻ പകരം വന്നെങ്കിലും അതും സെറ്റ് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ വലിയ ക്യൂവ് ഇവിടെ കാണുന്നത്. ആൾക്കാരൊക്കെ വോട്ടർമാരൊക്കെ അക്ഷമരായിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. ഒരു തീരുമാനമായിട്ടില്ല. ഒരുപാട് വൈകിപ്പോൾ ഇപ്പോൾ എന്തായാലും നീട്ടി തരുന്ന ഒരു സമയങ്ങളൊക്കെ നീട്ടേണ്ടി വരും പറയാം. അത്രയും കുറച്ച് പേരും കൂടെ ഇനിയും വരാനുണ്ട്. സമയം നീട്ടി തരേണ്ടി വരും എന്തായാലും. ഇപ്പോൾ തന്നെ 2-3 മണിക്കൂറായി നമ്മൾ നിൽക്കാൻ തുടങ്ങിയിട്ട്. ഊണും കഴിച്ചിട്ടില്ല, ഒന്നുമില്ല, അങ്ങനെ നിൽക്കാൻ തുടങ്ങിയാണ്. ഞാൻ 12 മണിക്ക് വന്നു. ഇതേമാതിരി ഒരു 1/4-3 മണിക്കൂർ നിന്നു. തിരിച്ചു പോയിട്ടൊക്കെ എല്ലാം പിന്നെയും വന്നാണ്. പ്രായമായവരൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്യാം. സാറേ 100 മണിക്കാണ് കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്. ഊണ് കഴിക്കാൻ പോയിട്ടില്ല. കണ്ടോ, മെഷീൻ കേടാ കംപ്ലൈൻറ്റ്. ഇതിന് എന്തൊരു പരിഹാരം ഉടനെ കാണണം. ചേട്ടാ, ഇതുവരെയും പരിഹരിക്കപ്പെട്ടില്ലല്ലോ? ഇല്ല, തീർച്ചയായിട്ടും ഇല്ല. ഏകദേശം ഒരു 3 മണിക്കൂറോളമായി. വളരെ ബുദ്ധിമുട്ടുണ്ട്. വോട്ട് ചെയ്യാനുള്ള അവകാശം നമുക്കുള്ളതാണ്. പക്ഷേ സാഹചര്യം വളരെ ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കും. ഭക്ഷണം കഴിച്ചോ? കഴിച്ചിട്ടില്ല. എപ്പോൾ ചേട്ടാ? ഞാൻ 1/2 മണിക്കൂറായി. പ്രായമായവരും കുട്ടികളും ഒക്കെ ആയിട്ട് വന്നവരൊക്കെ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുവാണ്. നമ്മളിതൊരു വീഴ്ചയാണ്. ശരിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വീഴ്ച എന്നൊക്കെ പറയുന്നത് ഇത് തന്നെയാണ്. ഒരു ഉത്തരവാദിത്വമില്ലാത്ത സമീപനമാണ് അവരുടെ ഭാഗത്ത് ഉണ്ടാകുന്നതെന്ന് വേണം നമുക്ക് വിമർശനം ഉന്നയിക്കാൻ. കാരണം പൊതുവേ നല്ല പോളിംഗ് ശതമാനം നടക്കുന്ന ഒരു ബൂത്താണിത്. പിന്നെ ഈ 3 മണിക്കൂറൊക്കെ ആയിട്ട് ഇത് പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ലെങ്കിൽ അത് തെരഞ്ഞെടുപ്പ് നടത്താൻ കഴിഞ്ഞോ? കാരണം പ്രിസൈഡിംഗ് ഓഫീസറുടെ ശ്രദ്ധയിലൊക്കെ ഇത് പെട്ടേക്കാമല്ലോ. കാരണം നമ്മൾ എത്രയോ കഴിഞ്ഞ നിമിഷങ്ങളിലായിട്ടൊക്കെ തന്നെ വാർത്ത നൽകുന്ന അവരുടെ ആളുകളുടെ അവിടുത്തെ വോട്ടർമാരുടെ അവസ്ഥയൊക്കെ പങ്കുവെച്ചതാണ്. അവരെന്താണ് പറയുന്നത്? അവരെ ആരെങ്കിലും പ്രതികരണം എടുക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ടോ? ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഉദ്യോഗസ്ഥന് അകത്തേക്ക് കയറി പോയിട്ടുണ്ട്. ഇപ്പം മാധു ഇവിടെ എത്തിയിട്ടുണ്ട്. 3 മണിക്കൂറായി ഇവിടെ ക്യൂ നിൽക്കുകയാണ് ആൾക്കാർ. ഇതുവരെയും പരിഹരിച്ചിട്ടില്ല. നമ്മൾ പ്രായമായവരൊക്കെ കണ്ടോ? പ്രായമായവരും ചെറിയ കുട്ടികളുമായിട്ട് വന്നിരിക്കും. ഇപ്പോഴാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഉന്നത ഉദ്യോഗസ്ഥനകത്തേക്ക് കയറി പോയിരിക്കുന്നത്. മാധു നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നല്ലേ? ഞാനിവിടെ ഉണ്ടായിരുന്നു. രാവിലെ 7 മണി തൊട്ട് നമ്മൾ ഇവിടെ നിന്നാണ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. സുഗമമായ പോളിംഗ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിൽ പിരായിരി അടക്കമുള്ള മേഖലകളിലേക്ക് പോവുകയും ചെയ്തു. ഇതിപ്പോൾ 2-3 മണിക്കൂറായിട്ടുള്ള പ്രശ്നമല്ല. ഇതെന്തുകൊണ്ടാണ് പരിഹരിക്കാനുള്ള ശ്രമം? ഇപ്പോൾ ആദ്യത്തേത് വോട്ടിംഗ് യന്ത്രം തകരാറിലായി. പിന്നെ രണ്ടാമത് പുതിയ യന്ത്രം വന്നിട്ട് രക്ഷയില്ല. ഇവിടെ പലരും ഭക്ഷണം കഴിക്കാതെ പ്രായമായവരൊക്കെ നിൽക്കുകയാണ്. കഷ്ടമാണ് കാര്യങ്ങൾ. കാരണം ഇപ്പോഴാണ് ഈ ഒരു 3 മണിക്കൂറായി തകരാറിലായിട്ടൊരു ഉന്നത ഉദ്യോഗസ്ഥൻ ഇപ്പോഴാണ് ഇതിനകത്തേക്ക് പോകുന്നത്. ഏതാണ്ട് 60% പോളിംഗ് കംപ്ലീറ്റ് ആയിരുന്ന ഒരു സമയത്താണ്. ഏറ്റവും നല്ല പോളിംഗ് നടന്നുകൊണ്ടിരുന്ന മേഖലയാണ്. അവിടെയാണ് പിന്നീടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായത്. 1500ഓളം വോട്ടുണ്ടെന്നാണ് പറയുന്നത് ഈ ഒരു ബൂത്തിൽ മാത്രം. അതിനുള്ള ഒരു സജ്ജീകരണം ഏർപ്പെടുത്തിയിരുന്നില്ല.